ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല, ഒരു കാരണവശാലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും. രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥിതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമൊന്നുമല്ല. അൻവർ വ്യംഗ്യന്തരേണ ഇന്നലെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായിക്ക് ഒരു താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോൾ ആവേശത്ത് പറഞ്ഞതായിരിക്കാം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല, ADGP മാത്രമല്ല, ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട്. കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ സഹിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ADGPയെയും അത് എന്താണ് ജസ്റ്റിസ് സുജിത് ദാസിനെയും ADGPയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള ADGPയുടെയും SP-യുടെയും കയ്യിലുണ്ട്. SP-യെയും ADGPയെയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട്. അപ്പം എന്തായി? ആര് ശശിയായി? ബാക്കിയുള്ളവരൊക്കെ ശശിയായി. അതാണ് ഇപ്പോൾ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത്ര ഇതിൻ്റെ കാര്യമുള്ളൂ. ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത്, ഇതൊക്കെ ശരി, ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത, അത്യധ്വാനം ചെയ്ത മീഡിയ അതിൻ്റെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം. 1 അല്ല 10 അല്ല 100 അല്ല, ഒരുപാട് പേർ. ആ ദുരന്തം നിങ്ങൾ മറന്നു പോകരുത്. ഇതിനിടയിൽ, ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റിഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു, പ്രഖ്യാപിച്ചിട്ടില്ല. ആ മനുഷ്യരിങ്ങനെ പൂർണ്ണ അനാഥരായ